നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി തയ്യാറാക്കാം. ആദ്യം തന്നെ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കണം. ഇഞ്ചിക്കൊരു പശയുണ്ട്, അത് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വറുക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കും. ഇനി വാളംപുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തി ഇതേപോലെ മാക്സിമം പൾപ്പൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നല്ല ചുവക്കി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് ഇഞ്ചി ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് 15 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറുത്തെടുത്ത ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കരയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു വന്ന ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. പുളിയിഞ്ചി ഇതേപോലെ കളറൊക്കെ മാറി നല്ല കറുത്ത് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കടുകും കറിവേപ്പില ഉണക്കമുളകും